ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ രക്ഷയുടെ ആത്മീയത ധ്യാനിക്കാം. വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 13-ാം അധ്യായത്തിൽ യേശു വലിയൊരു ജനക്കൂട്ടത്തെ പഠിപ്പിക്കുകയും അവർക്ക് രക്ഷയുടെ മാർഗം പകർന്നു നൽകുകയും ചെയ്യുന്നു. എന്നാൽ ഒരു മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നു, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ? യേശു അതിന് നൽകുന്ന മറുപടി ശ്രദ്ധായകമാണ്. ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ. രക്ഷയുടെ വാതിൽ ഇടുങ്ങിയതാണ്, എന്നാൽ അതിൻ്റെ പൂർണ്ണത നിത്യതയുടെ കവാടവും ശാശ്വതമായ ദൈവസാന്നിധ്യ അനുഭവമാണ്. നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് രക്ഷ പ്രാപിക്കുവാനാണ്. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്ത് വന്ന് നൽകിയ ഏറ്റവും മനോഹരമായ സുവിശേഷവും രക്ഷയുടെ സന്ദേശമായിരുന്നു. സകല മനുഷ്യരുടെ രക്ഷയാണ് ദൈവം ലക്ഷ്യം വെച്ചിരിക്കുക. ക്രിസ്തുവിന്റെ ജനന സന്ദേശം തന്നെ സകല മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി ഇതാ വലിയൊരു സന്തോഷത്തിന്റെ സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവദൂതൻ ആരംഭിക്കുക. ക്രിസ്തു വചനം ആരംഭിക്കുമ്പോൾ തന്നെ അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക, രക്ഷയുടെ കൃപ സമൃദ്ധമായി നൽകുന്നു. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. ക്രിസ്തുവിൻ്റെ ജീവിതവും പഠനവും ക്രിസ്തു അനുഭവിച്ച ത്യാഗവും രക്ഷയുടെ എല്ലാ വഴികളും നമുക്കെല്ലാവർക്കും വേണ്ടി നിത്യതയുടെ കവാടം തുറന്നു തരുവാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ആ കൃപ സ്വന്തമാക്കുവാൻ നമ്മുടെ വശത്തു നിന്നുണ്ടാകേണ്ട പരിശ്രമത്തെക്കുറിച്ച് ക്രിസ്തു ഇന്നേ ദിവസം സുവിശേഷത്തിലൂടെ നമ്മെ ഓർപ്പെടുത്തുന്നു. നാം എപ്പോഴും രക്ഷയുടെ കൃപ സ്വന്തമാക്കാൻ ഏറ്റവും ആത്മാർത്ഥമായി പരിശ്രമിക്കുക തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ നാം തിരസ്കൃതരാകും എന്നും യേശു പറയുന്നുണ്ട്. അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതായും എന്നാൽ നിങ്ങൾ പുറന്തള്ളപ്പെടുന്നവരായി കാണപ്പെടുമ്പോൾ അവിടെ വിലാപവും പല്ലിറുമലും ഉണ്ടാകും. ഞങ്ങൾ എന്തുകൊണ്ട് പുറന്തള്ളപ്പെട്ടു എന്ന് അവർ വേദനയോടുകൂടി ചോദിക്കും. അപ്പോൾ കർത്താവ് നൽകുന്ന മറുപടി, ഞാൻ നിങ്ങളെ അറിയുക പോലുമില്ല. അവനോടൊപ്പം ഭക്ഷിച്ചു പാനം ചെയ്തു വചനം പ്രസംഗിച്ചു എന്നൊക്കെ പറയുന്നവർ വന്ന് പറയുന്നു, ഞങ്ങളുടെ തെരുവീഥിയിൽ നീ പ്രസംഗിച്ചു, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പല കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അവിടുന്ന് പറയുന്നു, നമ്മെ അറിയില്ല. ഇത് എത്രയോ ദുരനുഭവമാണ്. നാം ക്രിസ്തുവിന് സ്വന്തമാണെന്ന് വിചാരിക്കുകയും അവന് വേണ്ടി ജീവിക്കുകയും ചെയ്തിട്ട് അവസാന നാളിൽ തിരസ്കരിക്കപ്പെടുക എന്നത്. ഹൃദയം കാണുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നാം നിഷ്കളങ്ക സ്നേഹത്തോടെ, വിശ്വാസത്തോടെ, വിശുദ്ധിയോടെ ദൈവ തിരുമനസ്സിലൊത്ത് ജീവിച്ചില്ല എങ്കിൽ നമ്മുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെടുകയില്ല. നാം പുറന്തള്ളപ്പെടുക തന്നെ ചെയ്യും. അപ്രകാരം സംഭവിക്കാതിരിക്കേണ്ടതിന് നമുക്ക് ശ്രദ്ധയോടെ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ വഴികൾ ഉപേക്ഷിച്ച് ഇടുങ്ങിയതെങ്കിലും നിത്യതയുടെ മാർഗം സത്യവും സുതാര്യവുമാണ് ആ നന്മയുടെ മാർഗത്തിലൂടെ യാത്ര ചെയ്യാൻ വേണ്ട ആത്മീയ പിൻബലത്തിനായി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.